ഹായ് ഹായ് എല്ലാവർക്കും നമസ്കാരം. CG അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പം കേരള PSCയുമായി ബന്ധപ്പെട്ട യൂറോപ്യന്മാരുടെ ആഗമനം എന്ന ടോപ്പിക്കിൽ നിന്നാണ് ഇന്ന് ക്ലാസ് എടുക്കുന്നത്. അത് കേരള ഹിസ്റ്ററിയുടെ പാർട്ടായിട്ട് വരുന്നൊരു ഏരിയയാണ്. അപ്പം ടോപ്പിക്കിലേക്ക് ഡയറക്റ്റ് വരാം. അപ്പം ഇന്ത്യയിലേക്ക് കച്ചവടത്തിനെത്തിയ ആദ്യ വിദേശികൾ ആരാണെന്ന് വെച്ചാൽ അത് അറബികളാണ്. എന്നാൽ ഇന്ത്യയിലേക്ക് എത്തിയ ആദ്യത്തെ യൂറോപ്യന്മാരാരാണെന്നും അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് എത്തിയ ആദ്യത്തെ യൂറോപ്യൻ കച്ചവടക്കാരാരാണെന്ന് ചോദിച്ചാലും അത് പോർച്ചുഗീസുകാരാണ്. അപ്പം ഇന്ത്യ കണ്ടെത്താനുള്ള ഔദ്യോഗിക ശ്രമത്തോടെ ഇന്ത്യ അന്വേഷിച്ചിറങ്ങിയ വ്യക്തിയാണ് കൊളംബസ് എന്ന് പറഞ്ഞ ആൾ. അപ്പോൾ ഇന്ത്യയിലേക്ക് യൂറോപ്യന്മാരുടെ ഓർഡർ ഇങ്ങനെയാണ്: പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ. പോർച്ചുഗീസുകാരെ നമ്മൾ പറങ്കികൾ എന്നും, ഡച്ചുകാരെ നമ്മൾ ലന്തക്കാർ എന്നും, ബ്രിട്ടീഷുകാരെ നമ്മൾ വെള്ളക്കാർ എന്നും വിളിച്ചിരുന്നു, ഫ്രഞ്ചുകാരെ പരന്തരീസുകാരെന്നും. അപ്പം ഈ പറഞ്ഞ യൂറോപ്യന്മാർ ഇന്ത്യയിലേക്ക് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ കോൺസ്റ്റാൻറ്റിനിപ്പോൾ എന്ന് പറഞ്ഞൊരു പ്രദേശം തുർക്കികൾ പിടിച്ചെടുത്തതോടെ അത് പിടിച്ചെടുത്തത് 1453 അപ്പം അന്ന് തൊട്ടാണ് കടൽ മാർഗം ഏഷ്യയിലേക്കുള്ള സഞ്ചാരം സുഗമമാവുകയും അതിലൂടെയാണ് ഈ പറഞ്ഞ പോർച്ചുഗീസുകാർ ആദ്യമായിട്ട് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് എത്തിയ ആദ്യ യൂറോപ്യൻ ശക്തി പോർച്ചുഗീസുകാരാണെന്ന് നമ്മൾ പറയപ്പെടുന്നത്. ഇനി പോർച്ചുഗീസുകാരുടെ ആഗമനം അല്ലെങ്കിൽ ഇനി പറയാൻ പോകുന്നത് പോർച്ചുഗീസ് സാമ്രാജ്യം അല്ലെങ്കിൽ പോർച്ചുഗീസുകാരുടെ ആഗമനം എന്ന ടോപ്പിക്കാണ് ഇനി പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലേക്ക് എത്തിയ ആദ്യത്തെ പോർച്ചുഗീസുകാരനാണ് വാസ്കോഡ് ഗാമ. അപ്പോൾ വാസ്കോഡ് ഗാമ 3 വട്ടം ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ട്. 1498, 1502, 1524. ഈ 3 വർഷങ്ങളും പഠിക്കാനുണ്ട്, ബൈഹാർട്ട് ചെയ്യേണ്ട വർഷങ്ങളാണ്. ഇനി ആദ്യമായിട്ട് എത്തുന്നത് 1498 മെയ് മാസം 20 കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അദ്ദേഹം കപ്പലിറങ്ങുന്നത്. അപ്പം ചേമഞ്ചേരി താലൂക്കിലെ ഈ പന്തലായനി എന്ന് പറഞ്ഞ ബീച്ചിലാണ് അദ്ദേഹം കാലുകുത്തി എന്നൊക്കെ പറയപ്പെടുന്നത്. അപ്പം ഈ വാസ്കോഡ് ഗാമേനെ ഇന്ത്യയിലേക്ക് പറഞ്ഞു വിട്ടത് മാനുവൽ രാജാവ് ലിസ്ബൺ എന്ന് പറഞ്ഞ പോർച്ചുഗീസിൻ്റെ തലസ്ഥാനമായ ലിസ്ബണിൽ നിന്നാണ്. മാനുവൽ രാജാവാണ് വാസ്കോഡ് ഗാമേനെ ഇന്ത്യയിലേക്ക് പറഞ്ഞു വിട്ടത്. അപ്പം ഈ വാസ്കോഡ് ഗാമ ഇന്ത്യയിലെത്തുകയും 1498 ഇന്ത്യ എത്തുകയും നമ്മുടെ കോഴിക്കോട് സാമൂതിരിയായിട്ട് കച്ചവടത്തിന് അനുമതി ചോദിച്ചിരുന്നു. പക്ഷേ സാമൂതിരി അനുമതി നൽകിയില്ല. അതേ തുടർന്ന് കണ്ണൂർ പോയി കോലോത്തിനെ കണ്ടു. കോലോത്തിരി കച്ചവടത്തിന് സമ്മതിച്ചെങ്കിലും മറ്റ് ചില കാരണങ്ങളാൽ കച്ചവടം ആരംഭിക്കാൻ സാധിച്ചില്ല. ലാസ്റ്റ് അദ്ദേഹം കൊച്ചി രാജാവിനെ കണ്ട് കൊച്ചി തലസ്ഥാനമായാണ് പോർച്ചുഗീസുകാർ ഈ പറഞ്ഞ കച്ചവടം ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ പോർച്ചുഗീസുകാരുടെ ആദ്യത്തെ തലസ്ഥാനം കൊച്ചിയും അവസാനത്തെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന ഗോവയാണ്. അപ്പോൾ മൊത്തം 463 വർഷം ഇവർ നമ്മുടെ ഇന്ത്യയിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ഇന്ത്യ ഭരിച്ച ശക്തി ആരാന്ന് ചോദിച്ചാൽ അത് യൂറോപ്യന്മാരാണ്. അപ്പം കൊച്ചിയിൽ നിന്ന് പിന്നീട് ഗോവയിലേക്ക് തലസ്ഥാനം മാറുകയും 1961 ഓപ്പറേഷൻ വിജയ് എന്ന ഒരു സൈനിക നീക്കം വഴിയാണ് പോർച്ചുഗീസുകാരെ നമ്മൾ ഇന്ത്യയിൽ നിന്ന് പറഞ്ഞു വിട്ടത്. അപ്പം ഈ പറഞ്ഞ ഇന്ത്യയിൽ എത്തിയ ഈ പോർച്ചുഗീസുകാരിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരാന്ന് ചോദിക്കും. അപ്പം ഈ ഫ്രാൻസിസ് ഡി അൽമേഡയാണ് ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി. അതുമാത്രമല്ല, ഈ പറഞ്ഞ അൽമേഡയുടെ ഒരു പ്രധാനപ്പെട്ട നയമാണ് ബ്ലൂ വാട്ടർ പോളിസി എന്ന് പറയും, അല്ലെങ്കിൽ നീലജല നയം എന്നറിയപ്പെടുന്ന. ആര് കൊണ്ടുവന്നു എന്ന് ചോദിച്ചാൽ അതും ഈ പറഞ്ഞ ഫ്രാൻസിസ് ഡി അൽമേഡയാണ്. എന്നാൽ രണ്ടാമത്തെ ഇന്ത്യയിലെ വൈസ്രോയിയാണ് അൽബുക്കാർക്ക് എന്ന് പറഞ്ഞാൽ. അൽബുക്കാർക്ക് എന്നാണ് രണ്ടാമത്തെ ഇന്ത്യയിലെ വൈസ്രോയി എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഇദ്ദേഹം കൊണ്ടുവന്ന ഒരു സിസ്റ്റമാണ് മിശ്ര കോളനി സമ്പ്രദായം. ആര് കൊണ്ടുവന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ അൽബുക്കാർക്കാണ്. കൂടാതെ മിശ്ര കോളനി സിസ്റ്റം ആര് കൊണ്ടുവന്നു എന്ന് വെച്ചാലും അതും അൽബുക്കാർക്കാണ്. കൂടാതെ ഈ പറഞ്ഞ നമ്മുടെ ഇന്ത്യയിലെ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നതും അൽബുക്കാർക്കാണ്. എന്ന് വെച്ചാൽ ഈ പോർച്ചുഗീസ് സാമ്രാജ്യം ഇന്ത്യയിൽ ശക്തമാകാനുള്ള കാരണമായതും ഈ പറഞ്ഞ അൽബുക്കാർക്കിൻ്റെ ചില നയങ്ങളാണ്. അപ്പോൾ മിശ്ര കോളനിയും ഇന്ത്യയിലെ രണ്ടാമത്തെ വൈസ്രോയും അതേപോലെ തന്നെ ഈ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നതും അൽബുക്കാർക്കാണ്. കൂടാതെ ഇനിയിപ്പം പറയുവാണെങ്കിൽ നമ്മുടെ ഡച്ച് കൊട്ടാരം പണി കഴിപ്പിച്ചത് ആരാന്ന് ചോദിക്കും. അതിൻ്റെ ഉത്തരം പോർച്ചുഗീസുകാരും. എന്നാൽ ബോൾഗാട്ടി പാലസ് ആരാ പണിതെന്ന് പണി കഴിപ്പിച്ചതെന്ന് വെച്ചാൽ അത് ഡച്ചുകാരോ. മാറിപ്പോരുത്. ഡച്ച് കൊട്ടാരം ചോദിച്ചാൽ പോർച്ചുഗീസുകാരും, ബോൾഗാട്ടി കൊട്ടാരം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡച്ചുകാരുമാണ്. അതേപോലെ തന്നെ ഈ പറഞ്ഞ യൂറോപ്യന്മാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഈ പറഞ്ഞ യൂറോപ്യന്മാരുടെ ഏറ്റവും പഴക്കം ചെന്ന നിർമ്മിതി എന്ന് വെച്ചാൽ പള്ളിപ്പുറം കോട്ട അല്ലെങ്കിൽ ഇമ്മാനുവൽ കോട്ട എന്നറിയപ്പെടുന്ന കൊച്ചിയിലുള്ള കോട്ടയാണ്. അതേപോലെ തന്നെ യൂറോപ്യന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭാവനയാണ് ഈ അച്ചടിശാലകൾ. അപ്പോൾ ഇന്ത്യയിൽ ആരാണ് അച്ചടിശാലകൾ കൊണ്ടുവന്നതെന്ന് വെച്ചാൽ പോർച്ചുഗീസുകാരാണ്. അപ്പോൾ ഇന്ത്യയിലെ
അച്ചടിശാലകൾ അപ്പോൾ ഇന്ത്യയിൽ ആരംഭിച്ചത് പോർച്ചുഗീസുകാരാണ്. ആദ്യത്തെ അച്ചടിശാല ഇന്ത്യയിൽ എവിടെയാണ് സ്ഥാപിച്ചതെന്ന് വെച്ചാൽ ഗോവയാണ്. അതുപോലെ കേരളത്തിലെ അച്ചടിശാലകൾ ആദ്യം സ്ഥാപിച്ചത് എവിടെയെന്ന് വെച്ചാൽ വൈപ്പിനിലും കൊച്ചിയിലുമാണ്. അപ്പോൾ ഓവറോൾ ഇത്രയാണ് ഈ പറഞ്ഞ നമ്മുടെ യൂറോപ്യന്മാരുടെ ആഗമനവുമായി ബന്ധപ്പെട്ട് ടോപ്പിക്ക് വരുന്നത്. പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസും ഇതിനകത്ത് പറഞ്ഞു പോയിട്ടുണ്ട്. താങ്ക് യു.